ട്രീസയെ കോടതിയിൽ ഹാജരാക്കുന്നു. പലപ്പോഴും പോലീസിനോട് സഹകരിക്കാത്ത വ്യക്തിയാണ് ട്രീസയെന്നും അവരെ ജാമ്യത്തിൽ വിട്ടാൽ ഈ കേസ് വഴിതെറ്റിച്ചു വിടുമെന്നും അതുകൊണ്ട് അവരെ 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുതരണമെന്നും ശ്രീറാം കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ഇതിനെപ്പറ്റി ട്രീസയോട് ചോദിക്കുന്ന കോടതി, നേരത്തെ ഈ കേസിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ താനായതുകൊണ്ട് താൻ തന്നെ ഈ കേസ് വാദിക്കട്ടെ എന്ന് കോടതിയോട് സമ്മതം ചോദിക്കുന്ന ട്രീസ. കോടതി സമ്മതം കൊടുക്കുന്നു. ഈ കേസിന്റെ 1-ാം പ്രതിയായ ഭദ്രയെ രക്ഷിക്കാനും തന്നെ തേജോവധം ചെയ്യാനുമാണ് ശ്രീറാം ശ്രമിക്കുന്നതെന്നും അതുകൊണ്ടാണ് വിശാഖിനെയും തന്നെയും ഈ കേസിലേക്ക് വലിച്ചിഴക്കുന്നതെന്നും കോടതിയോട് ട്രീസ. പുനരന്വേഷണത്തിന് കോടതി തനിക്ക് അനുവദിച്ച സമയം കഴിയാറായെന്നും ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കാൻ തനിക്ക് പുതിയ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് തനിക്ക് ട്രീസയെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതെന്നും കോടതിയോട് ശ്രീറാം. കോടതി 6 ദിവസത്തേക്ക് ട്രീസയെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ഉത്തരവിടുന്നു. പോലീസ് കസ്റ്റഡിയിൽ ട്രീസയെ ചോദ്യം ചെയ്യുന്ന ശ്രീറാം ചന്ദ്രശേഖർ. തുടർന്ന് കാണുക. ഈശ്വരൻ സാക്ഷിയായി അന്ത്യഘട്ടത്തിലേക്ക്. ജൂഡിന്റെ യഥാർത്ഥ കൊലപാതകി ഒളിഞ്ഞിരിക്കുകയാണ്. ശ്രീറാമിന്റെയും സേവിയർ ട്രീസമാരുടെയും ഈ കാറ്റ് ആൻഡ് മൗസ് ഗെയിം കണ്ട് ആ മനസ്സ് ആഹ്ലാദിക്കുകയാണ്, ആശ്വസിക്കുകയാണ്. ഇതൊരു വ്യാഖ്യാനമാണ്. ശ്രീറാം കണ്ടത് മാത്രമാണോ സത്യങ്ങൾ? അതോ ശ്രീറാം ഇതിനോടകം തന്നെ ആ വ്യക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞു? ആകാംക്ഷ നിറഞ്ഞ ആകസ്മികതകളുമായി ഈശ്വരൻ സാക്ഷിയായി ഇനി 20 എപ്പിസോഡുകൾ മാത്രം. അന്ന് രാത്രിയും പിറ്റേന്ന് രാവിലെയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലെ ഫാനും ലൈറ്റും ഓണായിരുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളെന്നല്ല, ഏതൊരു സാധാരണ മനുഷ്യനും ശ്രദ്ധിക്കും, അറിയും. ഞാനത് ഓർക്കുന്നില്ല. നിങ്ങൾ ഓർക്കാത്തതല്ല ട്രീസ, നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പയും അന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ പോയിട്ടില്ല. നിങ്ങൾ വേറെ എവിടെയോ നിന്ന് അന്ന് എയർപോർട്ടിലേക്ക് നേരിട്ട് ചെന്നെത്തുകയായിരുന്നു. അന്ന് രാവിലെ എയർപോർട്ടിലെത്തിയ നിങ്ങൾക്ക് ഉറക്കച്ചടവിന്റെ മാത്രമല്ല, രാത്രിയിൽ ആരും അറിയാതെ ചെയ്തു തീർത്ത ചില പ്രവൃത്തികളുടെ ക്ഷീണമുണ്ടായിരുന്നു, പരിഭ്രാന്തിയും. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പിള്ളേരുടെ ആനിമേറ്റഡ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസിൽ പോലും ഇതിനേക്കാൾ ലോജിക്കുണ്ട്, അന്തസ്സുണ്ട്. നിങ്ങളുടെ കോംപ്ലക്സും ഫ്രസ്ട്രേഷനും തീർക്കാൻ നിങ്ങൾ തന്നെ ആ മൊമെന്റോ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത്. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഈ ചോദ്യം ചെയ്യലുണ്ടല്ലോ, നിങ്ങൾ കുറെ അലിഗേഷൻസ് എന്നെ പറ്റി പറഞ്ഞില്ലേ, ഞാൻ അതിലൊക്കെ തലവലിക്ക് സമ്മതിക്കണം, ഒപ്പിട്ട് തരണം അല്ലേ? ഇതല്ലേ നിങ്ങളുടെ ആവശ്യം? എന്നെ കൊണ്ടത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, 3-ാം മുറയോ എന്ത് വേണമെങ്കിലും. നിങ്ങൾ വലിയ ഇടിയൻ പോലീസല്ലേ, നിങ്ങൾക്ക് അതല്ലേ ചെയ്യാൻ അറിയൂ. എനിക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അഭ്യാസം കാണിക്കുന്നു. നീ എന്താടി പോലീസിനെ കുറിച്ച് വിചാരിച്ചേ? എന്താടി വിചാരിച്ചേ? ആരാടി അരവിന്ദ് നായർ? ഏത് അരവിന്ദ് നായർ? അപ്പുവിന്റെ ഫ്രണ്ട്, അവളുടെ ക്ലാസ്മേറ്റ്. എനിക്കറിയില്ല. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്? ഇല്ല. കണ്ടിട്ടുണ്ട്. നിഖിലും മീനാക്ഷിയും തമ്മിലുള്ള റിസപ്ഷന് 4 ദിവസം മുമ്പ്, അതായത് നവംബർ 15-ന് അപ്പുവും അരവിന്ദും ട്രീസും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, ഒരു റെസ്റ്റോറന്റിൽ വെച്ച്. ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞുതരാം. ആ റെസ്റ്റോറന്റ് ഏതാ, ടൈം ഏതാ, നിങ്ങളിരുന്ന ടേബിൾ ഏതാ, ബെയറർ ആരാ, എല്ലാം ഞാൻ പറഞ്ഞുതരാം. നവംബർ 19-ന് തിരുവനന്തപുരം എയർപോർട്ടിൽ ട്രീസയെ ഡ്രോപ്പ് ചെയ്ത വാഹനം ഏതാ? എന്റെ ജൂനിയർ നന്ദന്റേത്. അല്ല, നന്ദന്റെ വണ്ടി അല്ല അത്. അയാൾ അന്നൊരു ടാക്സി പിടിച്ചാ വന്നത്. നോ, നന്ദൻ വന്നത് അരവിന്ദിന്റെ കാറിലാ. ആ വണ്ടി ഓടിച്ചത് അരവിന്ദാണ്. ഏത് അരവിന്ദ്? നിങ്ങൾ കുറെ സമയത്ത് പറയുന്നുണ്ടല്ലോ അരവിന്ദ് എന്ന്. ഇനി അവന്റെ പേരോട് എന്റെ തല കേട്ട് വെക്കണമായിരിക്കും. ഇതുവരെ വിശാഖായിരുന്നു, ഇപ്പൊ അരവിന്ദ്. നിങ്ങളുടെ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല, അത്ര തന്നെ. ഇനി എന്നെ ഫോഴ്സ്ഫുള്ളി പറഞ്ഞ് സമ്മതിപ്പിക്കാനാണ്, അതും കൂടെ ചെയ്യാൻ. സുരേഷ്, എന്താന്ന് വെച്ചാ വാങ്ങിച്ചു കൊടുക്ക്. കുറച്ചേരം ഒന്ന് വിശ്രമിക്കട്ടെ. കുറേ ദിവസമായിട്ടുള്ള ടെൻഷനല്ലേ, ക്ഷീണം കാണും. പോയിരിക്കടി അവിടെ, പോയിരിക്കാം. ഇരിയടി അവിടെ. ഞാൻ രാവിലെ തന്നെ വരാം, നമുക്ക് ഒരുമിച്ച് പോവാം.
അല്ല, ക്യാഷ് റെഡി ആയിട്ടുണ്ട്. അച്ഛനെ വിളിച്ചു, കിട്ടിയില്ല. സേവർ അങ്കിളും എടുത്തില്ല. പിന്നെ അങ്കിള് വേറൊരു മൂഡിലായിരിക്കുമല്ലോ. അപ്പം നമുക്ക് നാളെ രാവിലെ തന്നെ തിരിക്കാം. ഒരു 5 മണിയാകുമ്പോൾ തിരിക്കാം. കാറിന് തന്നെ പോവാം. ഓക്കെ, ഞാനപ്പോൾ രാവിലെ വിളിക്കാം. ആ ശരി. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എറണാകുളത്തേക്ക് പോകും. ആ ശിവരാമയ്യരെ കാണാനാ. ട്രേസേച്ചിക്ക് എങ്ങനെയെങ്കിലും ജാമ്യം വാങ്ങി കൊടുത്തേ പറ്റൂ. ആ ശ്രീറാം മനഃപൂർവ്വം ട്രേസേച്ചിയെ കരുവാക്കാൻ നോക്കുക. ഹലോ. ആക്ച്വലി ഞാൻ വേറെ അറേഞ്ച് ചെയ്തു കേട്ടോ. ഒരു എമർജൻസി ആയിരുന്നു, അതാണ് വിളിച്ചത്. മീനു, എന്താ പോ ഇങ്ങ വന്നേ, ഇരിക്ക. എന്താ മീനു, നിഖിലേട്ടൻ നാളെ എറണാകുളത്ത് പോവാന്ന്. ഏതോ വലിയ വക്കീലിനൊക്കെ വെച്ച് ട്രീസയെ ജാമ്യത്തിലിറക്കാൻ പോവാന്ന്. ഈ നിഖിലിന് വേറെ പണിയൊന്നുമില്ലേ? നിഖിലേട്ടന്റെ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ലേ? നമുക്കെല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഞാനിപ്പോ പിന്നെ വിളിക്കാം. നിക്ക്. നിഖിൽ, ആ നിഖിൽ നാളെ എറണാകുളത്തേക്ക് പോകുന്നുണ്ടോ? അതെ. നിഖിലിന് എന്താ ട്രീസ ജാമ്യത്തിലിറക്കാൻ ഇത്ര ആവേശം? നീ തന്നെ ഇത് ചോദിക്കണം. ഇവിടുത്തെ ഏത് കാര്യത്തിനും എന്തിനും ട്രേസേച്ച് ഉണ്ടാവണം. അങ്ങനെയുള്ള അവർക്കൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്കൊരു മനസാക്ഷിയുണ്ട്. അവരെ പുറത്തിറക്കാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യും. നിഖിൽ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോ നിനക്ക് ഞാൻ പോകുന്ന ഇഷ്ടമല്ലേ? എനിക്ക് നിങ്ങളെ ആരും മനസ്സിലാവുന്നില്ല. അപ്പനും കുഞ്ഞിനും വേണ്ടി ഏറ്റവും കൂടുതൽ ഓടി നടന്നത് ട്രേസേച്ചിയല്ലേ? ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നാളെ പോവും. വെറുതെ ഒരു പ്രശ്നം വരുമ്പോ ഒരു കുഞ്ഞിനുണ്ടാവില്ല മനസാക്ഷി. ഒരു ആപത്ത് വരുമ്പോ കൂടെ നിൽക്കുന്നതിന് പകരം തള്ളി പറയാ. ആവശ്യമുള്ളപ്പോ അവർ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ നിഖിലേട്ടാ, എന്താ? നിഖിലേട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അവർക്കൊക്കെ അതിനൊക്കെ വേറെ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പറയുന്നതൊന്നും മനസ്സിലാക്ക്. എന്തുദ്ദേശം? ഇവളുടെ കൂടെ ട്രീസ് നടന്നിട്ടുണ്ടെങ്കിലേ അതവളെ കൊല്ലാൻ വേണ്ടിയിട്ടാ. ഇവളുടെ കുഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കരുതെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ. കൊല്ലാനോ? നീ എന്തൊക്കെയാ പറയുന്നേ? അതെ, കൊല്ലാൻ തന്നെ. അപ്പോ പറഞ്ഞു കൊടുക്ക എന്താന്ന് വെച്ചാ. നിഖിനെല്ലാം വിശ്വാസം ആവട്ടെ. നീ നേരിട്ട് കേട്ടതല്ലേ എല്ലാം. ട്രീസ ആരാന്നും എന്താന്നും ഒക്കെ. ഇവൾ എന്തൊക്കെയാ പറയുന്നേ? നിഖിലേട്ടനൊന്ന് വന്നേ, വാ പറയാം, വാ വരാൻ. എന്താ സുരേഷ്? ആ ആ ശേ. സുരേഷ് ഇല്ലായിരുന്നോ അവിടെ? ആ ഞാൻ സാറിനോട് പറഞ്ഞോളാം. ഞാൻ വരാം. ഹലോ. എപ്പോ? എന്നിട്ട് ശ്രീറാം ഉണ്ടായിരുന്നു അവിടെ? ഇത് വലിയ പ്രശ്നമാവുമല്ലോ. എല്ലാത്തിന്റെ തൊപ്പി തെറിക്കുമല്ലോ ഇത്. ഞാനിപ്പോ വരാം.
ഞാൻ ശ്രീരാമനെ ഒന്ന് വിളിച്ചോട്ടെ. എന്തായി സുരേഷ്? ഞാനിത് എത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ. ഹലോ സാർ. ശ്രീറാം, നിങ്ങളിത് എവിടെയാ? സാർ, ഞാൻ ഓഫീസിലേക്ക് പോവാം. എങ്ങനെയാ ഇത് പറ്റിയത്? അറിയില്ല സാർ, ഒന്നും അറിയില്ല എനിക്ക്. ഓഫീസ് മീഡിയക്കാര് കയറി വളഞ്ഞിരിക്കുക. നാട്ടുകാരും ഉണ്ട്. ആകെ വയലന്റാ. താൻ ചെന്നിറങ്ങുന്നോ സൂക്ഷിച്ചു വേണം. ഞാൻ നോക്കിക്കോളാം സാർ. ആരാ ഇതൊക്കെ മീഡിയക്ക് ലീക്കാക്കി കൊടുത്തേ? ഓഫീസിൽ ഇരിക്കുന്നവർ തന്നെ പണിയുന്നതാ. അവിടെ ആരെങ്കിലും ഉണ്ടോ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ? സുരേഷ് സ്പോട്ടിലുണ്ട് സാർ. ഇയാളെ ഈ കേസ് ഏൽപ്പിച്ച മുതൽ എനിക്ക് തലവേദനയാ. എല്ലാം കൈവിട്ട കളിയാ. സാർ, സാർ ഞങ്ങൾ ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ല സാർ. എന്തോ ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട്. DGP ഹോം മിനിസ്റ്ററും വിളിയോട് വിളിയാ. അവരെല്ലാരും അജിറ്റേറ്റഡാ. DGP ഓൺ ദ വേ. ഞാനും അങ്ങോട്ടിപ്പോ എത്തും. ശ്രീറാം, എല്ലാം സൂക്ഷിച്ച്. തന്റെ റെസ്പോൺസ് ഇക്കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റാ. താൻ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുത്. ഐ നോ സാർ. ഓക്കെ സാർ. എന്നാ ശരിയെന്നാ. ഹലോ. സോറി. എന്താ സംഭവിച്ചത്? സുരേഷ്, എന്താ സുരേഷ് സംഭവിച്ചത്? സാർ, ഇന്നലെ രാത്രി പോകുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു. രാത്രി PC സുധാറാണി വന്ന് വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. സുരേഷ് എവിടെയായിരുന്നു? സാറ് രാവിലെ വരുവോളെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കട്ടൻ ചായയുടെ താഴെ മെഷീൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. എങ്ങനെയാ സുരേഷ്? എങ്ങനെയാ അത്? അറിയില്ല സാർ, ഇപ്പോഴും പ്രത്യേകിച്ച് ഒരു ക്ലൂ ഇല്ല. ഫോറൻസിക്കാർ മുകളിലുണ്ട്. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവൾ സ്വയം സമാധിയായോ? സുരേഷ് എന്തായി പറയുന്നത്? അറിയില്ല സാർ. രാത്രി എന്തെങ്കിലും കഴിച്ചിരുന്നോ? ഒന്നും കഴിച്ചില്ല സാർ. ഭക്ഷണം വേണോന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് വെള്ളം ചോദിച്ച് വാങ്ങിച്ചു കുടിച്ചു. ആരെങ്കിലും വരികയോ കാണുകയോ മിണ്ടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല സാർ. ഇതിനിടയ്ക്ക് ഒരു മെസ്സേജ് പോലും റീസയ്ക്ക് പോയിട്ടില്ല. ഹലോ, എന്താടാ രാവിലെ? റീസേച്ചിയോ? ന്യൂസിലാ? ആ, ഞാനൊന്ന് നോക്കട്ടെ. ശരി. അപ്പോ ന്യൂസിലെന്തോ? ആ, TV-ല് റീസേച്ചിയെ കുറിച്ചെന്തോ.
എന്താ നിഖിലേട്ടാ? ഒന്നിങ്ങോട്ട് വന്നേ. പ്രമുഖ അഭിഭാഷകയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ അഡ്വക്കേറ്റ് ട്രീസ സേവറെ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥരായ ശ്രീറാം ചന്ദ്രശേഖരും സംഘവും മാനസികമായും ശാരീരികമായും ഇവരെ പീഡിപ്പിച്ചിരുന്നുവെന്നും ഇതുതന്നെയാണ് മരണകാരണം എന്നുമാണ് ട്രീസയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ആരോപിക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുകയാണ്. നാട്ടുകാരും മാധ്യമപ്രവർത്തകരും അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്നതും കേരളത്തെ ഒന്നടങ്കം നാണം കെടുത്തുന്നതുമായ സംഭവങ്ങളാണ് അരങ്ങേറിയതെന്നും സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പോലീസിന്റെ നടപടി കേരളത്തിന് ഒന്നടങ്കം അപമാനകരമാണെന്നും സർക്കാർ ഉടനടി രാജിവെക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി കുറ്റക്കാർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കുമെന്ന് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മന്ത്രിമാരെ എല്ലാവരെയും തലസ്ഥാനത്ത് ഉടനടി എത്തിച്ചേരാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കടുത്ത രോഷവും പ്രതിഷേധവും രേഖപ്പെടുത്തിയ ആഭ്യന്തരമന്ത്രി ഗുണ്ടാരാജിന് സംസ്ഥാനത്ത് ഉണ്ടാകില്ലെന്നും കുറ്റക്കാർ പോലീസിൽ തന്നെ ഇനി ഉണ്ടാകില്ല എന്നും പറയുകയുണ്ടായി. സമാധാനിക്കേ, സേവക് കരയണ്ട. സമാധാനിക്ക് സേവക്, സമാധാനിക്കും. വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്ത അഡ്വക്കേറ്റ് ട്രീസ സേവറുടെ മരണം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ജൂഡ് സേവറുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. കസ്റ്റഡിയിരിക്കുന്ന ആദ്യ ദിവസം തന്നെയാണ് ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 1 വർഷമായി ജൂഡ് സേവറുടെ അന്വേഷണം ട്രീസ സേവറുടെ മരണത്തോടെ പോലീസിന് പുതിയ പ്രതിസന്ധി. മരിച്ച ജൂഡ് സേവറുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് ട്രീസ സേവറുടെ മരണം വഴിത്തിരിവും ദുരൂഹതയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന വിലയിരുത്തൽ. അഡ്വക്കേറ്റ് ട്രീസ സേവറും അന്വേഷണ ഉദ്യോഗസ്ഥരായ ശ്രീറാം ചന്ദ്രശേഖരൻ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സാറേ, ഇതൊരു ആസൂത്രിത കൊലപാതകമല്ലേ? ആദ്യം നടന്ന എന്താണെന്ന് അന്വേഷിക്കട്ടെ. സാർ, ശ്രീറാമിനെ അറസ്റ്റ് ചെയ്യോ? ആരായാലും ന്യായമായ നടപടി ഉണ്ടാവും. പോലീസ് ഗുണ്ടാരാജല്ല സാർ. ഒരു മറുപടി പറയും സാർ. ദയവ് ചെയ്ത് ഇത്തരം കൺക്ലൂഷൻസിലൊന്നും എത്താതെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കല്ലേ, അതിന്റെ ഫൈൻഡിങ്സ് വരട്ടെ. ഓക്കെ ഓക്കെ CM-നോട് പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കോളാം. ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് കാണാം, അതാ നല്ലത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ശരി. മുഖ്യനാകെ പേടിച്ചിരിക്കുക. അങ്ങേർക്ക് ഈ കസേരയുടെ കാര്യം ഓർത്തുള്ള ടെൻഷനാ. എന്തായാലും ഈ കേസിൽ കസേരയൊന്നും താഴെ വീഴാൻ പോകുന്നില്ല. നമ്മുടെ ഒരു ടെൻഷൻ ഒഴിവായി കിട്ടുകയും ചെയ്യും. എനിക്കറിയാം ഈ ശ്രീരാമിനെ കുറിച്ച്. ആള് മിടുക്കനാണെന്നൊക്കെ പലരും പറയും. പക്ഷേ ഇത്ര അരഗൻ്റായിട്ടുള്ളൊരു പോലീസ് ഓഫീസറെ ഞാൻ എൻ്റെ കരിയറിൽ ഇതുവരെ കണ്ടിട്ടില്ല. അയാളൊരു സ്ഥിരം തലവേദനയാണ്. എനിക്കറിയാം. പണ്ടേ ഞാൻ അങ്ങനെ തൂക്കിയെടുത്ത് വെളിക്കളഞ്ഞനെ. അപ്പോ ആ പഴയ DGP ബാബു തോമസ് അവനോട് വലിയ വാത്സല്യ, വലിയ പെറ്റാ. ചക്കരെ തേനേന്ന് പറഞ്ഞു കൊണ്ടു കിടന്നതാ. എന്തായാലും സാർ ഇങ്ങേരുടെ കാര്യത്തിൽ എന്റെ സ്റ്റാൻഡിന് സപ്പോർട്ടാണല്ലോ. ഷുവർ. ഇതോടെ അവന്റെ വരയും കുറി എഴുതി വാങ്ങി പറഞ്ഞു വിടാലോ. ബാബു സാറല്ല,
ആര് വിചാരിച്ചാലും ഇതിലയാൾ കുരുങ്ങി സാറേ. ഇനി അയാളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അകത്ത് കിടക്കേണ്ട ചാർജാ. ഈ കസ്റ്റഡി മരണം എന്നൊക്കെ പറഞ്ഞാലേ ഒരു തരത്തിൽ കൊലപാതകം തന്നെയാ. തൽക്കാലം ഒരു 8-10 തല ഉരുണ്ടാലേ ഈ സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ബാക്കി ആക്ഷനൊക്കെ റിപ്പോർട്ട് വന്നിട്ട് മതി. ഈ ശ്രീറാമിനാ മെയിൻ റെസ്പോൺസിബിലിറ്റി. പിന്നെ അയാൾക്ക് കീഴിലുള്ള ടീം. സ്വാഭാവികമായിട്ടും അവരെ ഒഴിവാക്കാൻ പറ്റില്ല. ആ വന്നിട്ടുണ്ടോ? ആ വരാൻ പറ. ആ ശ്രീരാം വന്നിട്ടുണ്ട്. കൂടെ SP ജയചന്ദ്രനും ഉണ്ട്. ശ്രീരാമിനെ സാറൊന്ന് ശ്രദ്ധിച്ചോളണം. അടിപറ്റിയിരുന്നാലും മുട കാണിക്കുന്നതിന് ഒരു കുറവും വരുത്താത്തവനാ. ഒന്ന് നോക്കിയോണേ. ആ പറ ജെയിംസേ. മീഡിയക്കാരെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അവരെ എന്തിനാ കുറ്റം പറയുന്നേ? ഇത് സ്റ്റേറ്റിന് മൊത്തം നാണക്കേടാ. മിനിസ്റ്റർക്ക് പ്രശ്നാ. പോലീസിന് ഒരാൾ വിചാരിച്ചാൽ മതിയല്ലോ പോലീസ് ഫോഴ്സിന് മുഴുവൻ നാണക്കേടുണ്ടാക്കാൻ. മന്ത്രിസഭയിലെ ഒരാൾ അഴിമതി കാണിച്ചപ്പോ മന്ത്രിമാര് മുഴുവൻ നാറിയില്ലേ? ഇത് അതുപോലെ തന്നെ. പോലീസിൽ ഗുണ്ടാരാജെന്നാ ഇപ്പൊ പത്രക്കാര് പറയുന്നത്. പോലീസില് എല്ലാരും ഗുണ്ടകളൊന്നും അല്ലല്ലോ. പക്ഷേ ചില ഗുണ്ടകൾ പോലീസിലുണ്ട്. അവരുടെയൊക്കെ യൂണിഫോമിന്റെ കാലാവധി ഇന്നത്തോടെ തീരും. ഒരുത്തനെ വെച്ച് ഉറപ്പിക്കില്ല. ഈ ശുദ്ധീകരണമൊക്കെ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. ഗുണ്ടാലിസ്റ്റ് പേരില്ലാത്ത പലരുമാ ഇപ്പോ ഒറിജിനൽ ഗുണ്ടകള്. തെരുവിൽ കാണിക്കുന്നതാ ഇപ്പൊ സ്റ്റേഷനിൽ കാണിക്കുന്നത്. കൈ കിട്ടുന്നത് പെണ്ണാണോ ആണാണോ എന്ന ഒരു വ്യത്യാസവും ഇല്ല. ആ ഓക്കെ ശരി എന്നാ. കണ്ടോ സാറേ, രാവിലെ മുതൽ ഇതാണ് എന്റെ ജോലി. ഹൈക്കമാൻഡ്, മുഖ്യമന്ത്രി, പത്രക്കാര് സകലരോടും സമാധാനം പറഞ്ഞു മടുത്തു. അല്ലേ തന്നെ മന്ത്രിസഭ വഴിവഴാന്ന് നിൽക്കുക. അതിനിടെ കൊണ്ടുവന്ന് ചിലവന്മാർ എണ്ണിട്ട് തന്നല്ലോ. മലർന്നടിച്ച് കിടക്കണമെന്നാണല്ലോ ആഗ്രഹം. സാർ, ഞാൻ നിരപരാധിയാ. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. സാറിനെ അല്ല, മിനിസ്റ്റർ സാറ് എന്നെയാണ് ഉദ്ദേശിച്ചത്. എന്നെയാണ് ഉദ്ദേശിച്ചെങ്കിൽ അത് എന്നോട് പറയണം സാർ. ഇക്കാര്യത്തിൽ സത്യത്തിൽ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. ഒട്ടോപ്സി റിപ്പോർട്ട് വരട്ടെ, അന്വേഷണം നടക്കട്ടെ. കുറ്റക്കാരനെന്ന് പ്രൂവ് ചെയ്താൽ ഏത് നടപടിക്കും ഞാൻ ഒരുക്കാം. ഇനിയിപ്പോ അന്വേഷണം നടത്തി താൻ അങ്ങനെ പരിശുദ്ധനാവാനൊന്നും നോക്കണ്ട. തന്റെ കയ്യിൽ എന്തുണ്ട്? അവരെ വേറെ ആരെങ്കിലും വന്ന് തട്ടിവെച്ച് പോകുന്നത് താൻ ഒളിക്യാമറ ഷൂട്ട് ചെയ്തോ? എങ്കിൽ കാണിക്കേ. എന്തിനാണ് സസ്പെൻസ്? താൻ വലിയ സസ്പെൻസിന്റെ ആളല്ലയോ? സാർ, ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാനാണെങ്കിൽ ഇക്കാര്യത്തിൽ സാറിന് എന്ത് നടപടിയും സ്വീകരിക്കാം. അല്ലാതെ മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങളുടെ പെർമിഷൻ ഒന്നും വേണ്ട. എന്റെ സാറേ, ഇത് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. എന്ത് പറഞ്ഞാലും തലേ കയറില്ല എന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാള് മുമ്പൂടെ വരുമ്പോ ആ മരിച്ചുപോയ വക്കീല് വെച്ച് ഈ കസേരയിലുണ്ടായിരുന്നു. ഇയാളെ കുറിച്ച് കംപ്ലൈന്റ് പറയാനാ എന്റെ അടുത്ത് വന്നത്. ആ കൊച്ചിനെ കേസ് കുരുക്കാൻ നോക്കുന്നു, കേസ് തേച്ച് മാച്ച് കളയാൻ നോക്കുന്നു, യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടുത്താൻ നോക്കുന്നു. ഇത് ഇയാളെ പറ്റി പറഞ്ഞ പരാതികളാ. അന്നേ താൻ മനസ്സ് കണക്കൂട്ടി വെച്ചതല്ലേ? കൈ കിട്ടിയപ്പോ ആ ചൊരുക്ക് മുഴുവൻ അങ്ങ് തീർത്തു. സാർ പ്ലീസ്, സാറിന് കേരള പോലീസിന് വിശ്വാസം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അവർ തീരുമാനിക്കട്ടെ ശരിയും തെറ്റും എന്തുവാണെന്ന്. സാർ അതിനു മുമ്പ് വിധി കൽപ്പിക്കാതെ. ശ്രീറാം, തൻ്റെ ഈ ഭാഷയും പെരുമാറ്റവും സൂക്ഷിച്ചു വേണം. താൻ ആരോടാ ഇത്ര വയലന്റ് ആവുന്നത്? തനിക്ക് ആരോടാ ഈ അമർഷം? ആരോട് എന്തും വിളിച്ചു പറയുന്ന തൻ്റെ ഈ ക്യാരക്ടറാ കുഴപ്പം. സാർ, എൻ്റെ ക്യാരക്ടർ ഇതാണ്. ഈ കേസിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല. ഞാൻ ട്രീസയെ ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടില്ല. ഇൻട്രോഗേഷൻ നടന്നിരുന്നു. ട്രീസയ്ക്കെതിരെ അത്രയും ഞെട്ടിക്കുന്ന തെളിവുകളാണ് കിട്ടിയത്. അതുകൊണ്ട് ഇൻട്രോഗേഷൻ ഷാർപ്പായിരുന്നു. ഒന്നിനും ഉത്തരവില്ലായിരുന്നു. അതുകൊണ്ട് അവർ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അത് സത്യമാണ് സാർ. എന്റെ സാറേ, തെളിവിപ്പോ ആർക്കെതിരെയാ കിട്ടാത്തെ? തെളിവ് കിട്ടിയവർക്കെതിരെ നടപടി എടുക്കണേ. നമ്മൾ ആർക്കൊക്കെതിരെ നടപടി എടുക്കണം? ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. എന്നെ ഇതൊന്നും അറിയിച്ചിട്ടുമില്ല. മാത്രമല്ല 2 ദിവസമായിട്ട് മുണ്ടിനീരായിട്ട് വീട്ടിൽ റെസ്റ്റായിരുന്നു. ഞാൻ ഓഫീസിൽ ഇടയ്ക്കൊന്നും വന്നു പോയിട്ടേ ഉള്ളൂ. SP സാർ കറക്റ്റാണ് പറഞ്ഞത്. എനിക്ക് മാത്രമാണ് ഇതിൽ റെസ്പോൺസിബിലിറ്റി. എൻ്റെ ഓൺ റിസ്കിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. SP സാറിനെ വിട്ടേക്കണം. പക്ഷേ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്ത് നടപടിക്ക് ഞാൻ ഒരുക്കുക? ഞാൻ എന്താ ചെയ്യേണ്ടേ? സാറ് പറ. മിസ്റ്റർ ജയചന്ദ്രൻ, താങ്കൾ വിഷമിക്കണ്ട. നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തല്ലോ. ചിലരൊക്കെ പറഞ്ഞ് നാറ്റിച്ച് ചവിട്ടി പുറത്താക്കേണ്ടി വരും. ഇരുന്നിരുന്ന് നാറ ഇറങ്ങിപ്പോവാനാ ചിലരൊക്കെ വിധി. സാർ, ഞാൻ അങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാനൊന്നും പോകുന്നില്ല. അന്തസ്സായിട്ട് ഇറങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അയാൾ ശരിക്കും കുരു. വേണ്ട സഹായങ്ങൾ മുറയ്ക്ക് കിട്ടിയില്ലെങ്കിൽ തിരിഞ്ഞു കുത്തിക്കളയും.
ആരായി അവന്റെ കേസ് അന്വേഷിക്കുന്നത്?